ബി.ജെ.പി കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്ത് തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് പരാമർശം. താനും കുടുംബവും ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അനിൽകുമാർ ചെയർമാനായ ധനകാര്യ സ്ഥാപനം 6 കോടിയോളം രൂപയുടെ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, എന്താണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്? ശ്രുതി, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ 6 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതായത് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനെ തുടർന്ന് താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മറ്റാരും സഹായിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. താനും കുടുംബവും ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ല, താൻ ഒറ്റപ്പെടുകയായിരുന്നു അതിൽ എന്നുള്ളതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിലെ കണക്കുകൾ, അതായത് അതിങ്ങനെയാണ്, അത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും ഒരു കേസായി തന്നെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അതായത് 6 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ട്. മാത്രമല്ല വായ്പയായി നിരവധി ആളുകൾക്ക് പണം കൊടുത്തിരുന്നു. അത് ഏകദേശം 11 കോടിയോളം രൂപ വരും. അതും തിരികെ ലഭിക്കാനുണ്ട്. അതാണ് ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി തിരുമല അനിൽ കൂടിക്കാഴ്ച നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് അദ്ദേഹം തന്നെ ഔദ്യോഗികമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽ ബി.ജെ.പി കൗൺസിലർമാരുടെ അടുത്തും ബി.ജെ.പി നേതാക്കളുടെ അടുത്തും നിരവധി വട്ടം സംസാരിച്ചു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ബി.ജെ.പി ചെയ്തത് എന്നുള്ളതാണ് ബി.ജെ.പി നേതാക്കൾ മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പി സഹായിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ബി.ജെ.പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കരമന ജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് ആ സഹായം ഉണ്ടായത്? അങ്ങനെ സഹായം ഉണ്ടായിട്ടും എന്തുകൊണ്ട് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാചകം ചെറുതായിട്ട് കാണാൻ കഴിയില്ല. അത് അതീവ ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിൽ കാണേണ്ടുന്ന വാചകം തന്നെയാണ്. താൻ ഒറ്റപ്പെട്ടു പോയി എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ പൂജപ്പുര സ്റ്റേഷനിൽ ഒരു അസ്വാഭാവിക മരണത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അടക്കം എതിരെ മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ബി.ജെ.പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ സാമ്പത്തിക ബാധ്യതയിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പി നേതൃത്വം ഇടപെടാത്തത് എന്നുള്ള ചോദ്യമായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ചോദിച്ചിരുന്നത്. അങ്ങനെയാണ് ആ ആക്രമണത്തിലേക്ക് തിരികെയും ആ പ്രകോപിതരായി ബി.ജെ.പി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ താൻ ഒറ്റപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം ബി.ജെ.പി നേതൃത്വം തന്നെ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ചെറിയ തുകയല്ല, 6 കോടിയോളം രൂപയുടെ വലിയ രീതിയിലുള്ള ഒരു ബാധ്യത ആ സൊസൈറ്റിക്ക്, അതായത് വലിയശാല ഫാം ആൻഡ് ടൂർ കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ആ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും നിക്ഷേപകരുടെ വലിയ രീതിയിലുള്ള പരാതികളെ തുടർന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വേറൊരു രീതിയിലുള്ള ക്രമക്കേടുമല്ല. അതായത് ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ, സൊസൈറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ തുടങ്ങിയ ആളുകളൊന്നും സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുള്ളതല്ല. പക്ഷേ ഇത് വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൊസൈറ്റി അല്ല എന്ന് കൂടി നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ സാധാരണഗതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ഏതെങ്കിലും പാർട്ടി നോമിനി ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ അത് ഈ തിരുമല അനിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് അദ്ദേഹം അതിൻ്റെ വ്യക്തിപരമായാണ് ആ മത്സരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത് എന്നടക്കമുള്ള വിശദീകരണമാണ് ബി.ജെ.പി ജില്ലാ നേതൃത്വം നൽകുന്നത്. പക്ഷേ അത് എത്രത്തോളം വസ്തുതകൾ നിറഞ്ഞതാണ് എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ സൊസൈറ്റിയുമായി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് വിശദീകരിക്കുകയാണ് ബി.ജെ.പി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം തിരികെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുമായി ബി.ജെ.പി നേതൃത്വം സംസാരിച്ചിരുന്നു, അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാകും. കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനുണ്ട്. എന്തായാലും താനും കുടുംബവും ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അനിൽകുമാർ ചെയർമാനായ ധനകാര്യ സ്ഥാപനം 6 കോടിയോളം രൂപയുടെ നിക്ഷേപകർക്ക് തിരികെ നൽകാനുണ്ടെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.